ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ബാഹ്യമായ കണ്ണുകളെ അടച്ച് ആന്തരികമായ കണ്ണുകളെ തുറന്നുകൊണ്ട് ആ ദൈവത്തിന്റെ കരുണ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ക്രൂശോളം സഹിക്കുവാനോ ക്രൂശോളം വഹിക്കുവാനോ ഞങ്ങൾക്ക് നീ അവസരം നൽകിയില്ല. എങ്കിലും ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നിന്റെ ക്രൂശിനരികെ ചേർന്ന് നിൽക്കുവാൻ നീ നൽകുന്ന അളവറ്റ കരുണകളെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, നിന്നെ ധ്യാനിക്കുവാനും നിന്നെ അറിയുവാനും നിന്റെ ക്രൂശിനെ പങ്കുവയ്ക്കുവാനും ആ കാൽവരിയോളം ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനും ദൈവമേ, ഞങ്ങൾ ഒരുങ്ങി ഈ ദേവാലയത്തിലായിരിക്കുകയാണ്. ഒരു നിമിഷം നിന്നെ ധ്യാനിച്ച് നിന്റെ ക്രൂശിനോട് ഞങ്ങൾ ചേർന്നിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ദൈവത്തിന്റെ കാൽവരിയിൽ ക്രൂശോളം ചേർന്ന് നിൽക്കുമ്പോൾ അവനെ നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം. ദേവേശ യേശു പരാ ജീവനെ നീക്കായി വെടിഞ്ഞോ ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ വചനത്തിലൂടെ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാൽവരിയിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ ഒഴുകി നൽകിയ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ പാപരോഗത്തിന് സൗഖ്യം നൽകി ഞങ്ങളെ ഇന്നോളം വഴി നടത്തിയ എന്റെ പൊന്നു തമ്പുരാനെ, നിന്റെ പീഡാസഹനത്തിന്റെ നാളുകളിൽ ഈ പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ നീ നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദി പറയുകയാണ്. വചനം ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും എന്നെ അനുഗമിച്ചാൽ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. നിന്റെ ക്രൂശോട് ചേർന്ന് നിൽക്കുവാൻ, നിന്റെ ക്രൂശിൽ അനുഗമിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ നിയോഗത്തെ തിരിച്ചറിയുവാൻ, അതിലൂടെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ ആകുലതകളെ, ഞങ്ങളുടെ വ്യാകുലതകളെ, രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസമേകുവാൻ ദൈവമേ, നിന്റെ ക്രൂശോളം ഞങ്ങൾ ചേർന്നിരിക്കുകയാണ്. തമ്പുരാനെ, നീ ഏറ്റതായ പങ്കപ്പാടുകളെല്ലാം ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഈ പകലിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ഞങ്ങളോട് ചേർന്നിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് ചേർന്നിരിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു വലിയ വെള്ളിയാഴ്ച ദിവസം കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നെ ധ്യാനിക്കുവാനും നിന്നെ അറിയുവാനും നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദി പറയുകയാണ്. സകല മാനവജാതിയുടെയും പാപപരിഹാരാർത്ഥം അവസാനത്തുള്ള രക്തം വരെയും ഒഴുക്കി നൽകിയതായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഓർക്കുന്നതായ ഒരു സുദിനം ഈ പീഡാസഹനത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ വെള്ളിയാഴ്ച ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അറിയാം, ഈ ദിനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അവന്റെ പീഡാസഹനത്തെ ധ്യാനിക്കുമ്പോൾ ആഴ്ചവട്ടത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ളതായ ഒരു ദിവസമാണ് ഈ ദിവസം. സുറിയാനി സഭയിലെ ആരാധനാ പാരമ്പര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടി കാണേണ്ട ദിവസമാണ് ഏതാണെന്ന് ചോദിച്ചാൽ മറ്റൊരു ദിവസമില്ല, അത് വലിയ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ആരാധനാ പാരമ്പര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ദേവാലയത്തിന്റെ അലങ്കാര ക്രമീകരണങ്ങൾക്ക് പോലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ദേവാലയത്തിലുള്ളതായ അകത്തുള്ളതായ ഗോകുൽത്തായിൽ നാട്ടിയിരിക്കുന്നതായ ക്രൂശ് നമ്മോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ദേവാലയത്തിന്റെ മറശീലകൾ പോലും കറുത്തിരുണ്ട് ദുഃഖഭാവമുള്ളതായ ഒരു അലങ്കാര വസ്തുവായി ഇന്ന് നിവർന്നു നിൽക്കുമ്പോൾ, ഗോകുൽത്തായിൽ അണിഞ്ഞിരിക്കുന്നതായ ഈ വസ്ത്രം പോലും ദുഃഖസൂചകമായി ഇന്ന് മാറുമ്പോൾ, നമുക്കറിയാം
വിശുദ്ധന്മാരോടോ മാതാവിനോടോ മധ്യസ്ഥ പ്രാർത്ഥനയില്ലാതെ, ധൂപപ്രാർത്ഥനകളില്ലാതെ, ദേവാലയത്തിൽ മുഴങ്ങുന്നതായ മണികളും ചിലമ്പുകൾക്കെല്ലാം അതിൻ്റെതായ താളവ്യത്യാസങ്ങളോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഗീതങ്ങളെല്ലാം സ്ഥായി ഭാവത്തിലുള്ളതായ ഗീതങ്ങളായി പിതാക്കന്മാർ ക്രമീകരിക്കുമ്പോൾ ഈ കാണുന്നതായ ഗോകുൽത്തായിരിക്കുന്ന ക്രൂശ് നമ്മോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? എങ്ങനെ സഹനങ്ങളെ നേരിടണമെന്നുള്ളതായ വലിയൊരു സദ്വാർത്തയാണ് ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. യേശുതമ്പുരാന്റെ കഠിനമായ കഷ്ടാനുഭവം കൊണ്ട് നിറഞ്ഞതായ ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് ഈ ദിവസം. പ്രിയമുള്ളവരെ, നരകുല രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണം വരെയും വഹിച്ചതായ യേശുതമ്പുരാനെ ഓർക്കുന്നതായ വലിയ വെള്ളിയാഴ്ച ദിവസം ലോക ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു വലിയ വെള്ളിയുണ്ടെങ്കിൽ അത് ഈ ദിവസമായിട്ട് പിതാക്കന്മാർ മാറ്റിവെക്കുമ്പോൾ ഒരു ദിവസം മുഴുവനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു ദിവസം മുഴുവൻ ഈ ക്രൂശിനെ ധ്യാനിക്കുവാൻ വേണ്ടി, ഒരു ദിവസം മുഴുവൻ എന്റെ പൊന്നു തമ്പുരാന്റെ ആ മുഖത്തെ ഒന്ന് ധ്യാനിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതായ ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നതായി തീ പാറുന്നതായ ഒരു വലിയ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നേ ദിവസം. നമുക്കറിയാം, യേശുതമ്പുരാന്റെ സഹനങ്ങളെയും പീഡനങ്ങളെയും പീഡാസഹനങ്ങളെയൊക്കെ ധ്യാനിക്കുമ്പോൾ പാലസ്തീനിലെ പുകയുന്നതായ ആ വെയിൽ വിലാപയാത്രയായി നടന്നു പോകുന്നതായ ഒരു പറ്റം ജനങ്ങളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദ മതത്തിലുള്ളതായ ആളുകളെല്ലാം അനവധിയായി യേശു തമ്പുരാൻ നടന്നു പോകുന്നതിന്റെ പിന്നാലെ നടന്നു പോവുകയും, നമുക്കറിയാം പട്ടാള വസ്ത്രധാരികളായ അനേകം ആളുകൾ അതാ ചീറിപ്പാഞ്ഞുകൊണ്ട് യേശു തമ്പുരാന്റെ പിന്നാലെ ഓടിയെടുക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. തീർന്നില്ല, ഭാരമുള്ളതായ ക്രൂശ് വഹിച്ചുകൊണ്ട് യേശു തമ്പുരാൻ നടന്നു പോകുമ്പോൾ തന്റെ പിന്നാലെ വേറെ രണ്ടുപേരും കൂടി ഈ ഭാരമുള്ളതായ ക്രൂശ് തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ, ആരാധനകളിലൂടെ, ധ്യാനങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. എന്നാൽ ഈ വധശിക്ഷ വിധിച്ചവന്റെ സന്നിധ്യ സംഘത്തിന്റെയോ പീലാത്തോസിന്റെയോ ആരുടെയെങ്കിലും ആകാം പടയാളികളെല്ലാം യേശു തമ്പുരാന്റെ പിന്നാലെ കടന്നു വരുമ്പോൾ ഒരു പരാതി പോലും പറയാതെ യേശു തമ്പുരാൻ ഭാര്യമേറിയ ക്രൂശുമായി കാൽവരിയിലേക്ക് നടന്നു പോകുന്ന, ആ സ്മരിക്കുന്ന ഒരു വലിയ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ദിവസം. യേശു തമ്പുരാന്റെ കണ്ണുനീരും വിയർപ്പും ചോരത്തുള്ളികളായി മാറുന്നതായ ഒരു ഓർമ്മ ദിവസമാണ് ഈ വലിയ വെള്ളിയാഴ്ച ദിവസം. പ്രിയമുള്ളവരെ, ഈ ദിവസം ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് എന്നുള്ളതാണ്. മൗനം പാലിച്ചുകൊണ്ട് യേശു തമ്പുരാൻ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്, അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പൊന്നു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാം നന്മയുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ ഇന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് കാണുന്നത്. യേശു തമ്പുരാന്റെ കൂടെ ഉണ്ടായിരുന്നവർ, തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ, ഉറ്റവരാലും ഉടയവരാലും താൻ ഏറെ സ്നേഹിച്ചവർ, ശിഷ്യന്മാരെന്ന് വിളിച്ച് വേർതിരിച്ച് തന്റെ ചങ്കോട് ചേർത്ത് നിർത്തിയവരെല്ലാം ഉപേക്ഷിച്ചു പോകുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് യേശു തമ്പുരാന്റെ മനോഹരമായ ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു തമ്പുരാന്റെ പീഡാസഹനത്തെ ഒന്ന് വിവരിക്കുമ്പോൾ, ഒന്ന് ഓർത്തെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നിങ്ങളായിരിക്കുന്നതായി ദേവാലയത്തിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ആ പൊന്നു തമ്പുരാന്റെ പീഡാസഹനത്തെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. യേശു തമ്പുരാൻ പെസഹ പെരുന്നാൾ ദിവസം തന്റെ ശിഷ്യന്മാരെ, തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വിളിച്ചിരുത്തി ഒരു അത്താഴ വിരുന്നൊരുക്കുമ്പോൾ പോലും യേശു തമ്പുരാൻ അറിയാം, ആ അത്താഴ വിരുന്നിൽ ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നതായ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയുമ്പോൾ പോലും യേശു തമ്പുരാൻ ഒരു പരാതികൾ പോലും പറയാതെ, അവനെ വിളിച്ച് വേർതിരിച്ച് ചോദിക്കാതെ, ഒന്നും അവനോട് ഉരിയാടാതെ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യേശു തമ്പുരാൻ അതാ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ മക്കൾക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്നതായ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ. തീർന്നില്ല, അതിനു ശേഷം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിക്കുമ്പോൾ യേശു തമ്പുരാന്റെ വിനയവും സ്നേഹവും എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ യേശു തമ്പുരാൻ അതാ കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോയപ്പോഴും ഒരു പരാതി പോലും പറയാതെ അതെല്ലാം ഏറ്റെടുത്തത് ആർക്കു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ? ചിന്തിച്ചു നോക്കണം. തീർന്നില്ല, നമുക്കറിയാം, സന്നിധ്യ സംഘത്തിന് മുമ്പാകെ, പീലാത്തോസിന് മുമ്പാകെ വിധിക്കുവാനായി, ചോദ്യം ചെയ്യുവാനായി കടന്നു പോകുമ്പോൾ
അന്ന് ആ കാലഘട്ടത്തിലെ യഹൂദ മതകോടതി തീരുമാനം നിയമങ്ങൾ അനുസരിച്ച് ഒരുവനെ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യുവാൻ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു തമ്പുരാനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവന്റെ ജീവിതത്തിലെ അവനിൽ ഉണ്ടായിരുന്ന നീതിയും ന്യായവും എല്ലാം കാട്ടിൽ പറത്തിവിടുന്നതായ ഒരു സംഭവമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്നതായ മനോഹരമായ ചിത്രം കണ്ടിട്ട് കരയാത്തതായ ഒരു കുഞ്ഞു പോലും ഈ ലോകത്തിലുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയമുള്ളവരെ, ആ മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ചിത്രത്തിൽ സംവിധായകൻ വളരെ വ്യക്തമായിട്ടും വളരെ മനോഹരമായിട്ടും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല യേശു തമ്പുരാന്റെ പീഡാസഹനമെന്ന് ആദ്യമേ തന്നെ നിങ്ങൾ ഓർത്തു വെക്കണം. രൂപഗുണമില്ല, സൗന്ദര്യമില്ല, ആകാരഭംഗി ലവലേശമില്ലാത്തതായ വികൃത രൂപത്തില് യേശു തമ്പുരാനെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതായ ബോധ്യം ഈ വലിയ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു കളങ്കമില്ലാത്തവൻ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കാൽവരിയിൽ യാഗമായി തീർന്നത്? പ്രിയമുള്ളവരെ, അവൻ യാഗമായി തീർന്നു. അവൻ ഒരു തെറ്റും ചെയ്തില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, റോമൻ പടയാളികൾ യേശു തമ്പുരാനെ വിളിച്ചു കൊണ്ടുപോകുമ്പോഴും പരാതികൾ പറയുന്നില്ല. തന്റെ സുന്ദരനും സുമുഖനും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായി വിളിക്കപ്പെട്ടതായ യേശു തമ്പുരാന്റെ അതാ മൃദുവായ കവിൾത്തടങ്ങളിലേക്ക് അതാ പാറക്കഷ്ണം പോലെ ഇരിക്കുന്നതായ പടയാളികളുടെ കാര്യങ്ങൾ വലിച്ചടിക്കുമ്പോഴും പരാതികൾ പറഞ്ഞില്ല, ഒരു വാക്കുപോലും മിണ്ടിയില്ല, ഉരിയാടാതെ അത് ഏറ്റെടുത്തത് ഈ വലിയ വെള്ളിയാഴ്ച ദിവസം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒരല്പം കണ്ണുനീരൊഴുകുവാൻ വേണ്ടിയിട്ടാ. പ്രിയമുള്ളവരെ, ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ടാ. തീർന്നില്ല. നമുക്കറിയാം, ആ റോമൻ പടയാളികളുടെ അവസ്ഥകൾ നോക്കുമ്പോൾ അത്രമാത്രം നീചന്മാരായ വ്യക്തികൾ, താങ്കൾ അവരെല്ലാവരും തങ്ങളുടെ വായിൽ നിന്നും കാർക്കിച്ചു തുപ്പിച്ചുകൊണ്ട് കട്ട കഫം യേശു തമ്പുരാന്റെ മുഖത്തേക്ക് തുപ്പുമ്പോഴും പരാതികൾ പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദേവാലയത്തിലിരിക്കുന്ന എനിക്കും നിനക്കും വേണ്ടിയിട്ടാ അത് ഏറ്റുവാങ്ങിയത്. തന്റെ മനോഹരമായ സൗന്ദര്യമുള്ളതായ താടിരോമങ്ങൾ, ചെമ്പുകമ്പി പോലെയുള്ളതായ താടിരോമങ്ങളിലേക്ക് പാറകഷ്ണം പോലെയുള്ളതായ പടയാളികളുടെ കൈകൾ അതിലേക്ക് കുത്തിക്കയറ്റിയിട്ട് വലിച്ചു പറിക്കുമ്പോൾ താടിയെല്ല് പോലും പറഞ്ഞു പോകുന്നതായ സാഹചര്യത്തിൽ പരാതികൾ പറയാതെ ഇത് ഏറ്റെടുത്തത് ആർക്കു വേണ്ടിയിട്ടാ? പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയിട്ടാ. തീർന്നില്ല. കാൽവരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരത്തിലേക്ക് ചമ്മട്ടികൾ അടിക്കുമ്പോൾ ഏകദേശം 1.5 മീറ്റർ നീളമുള്ളതായ ആണിപ്പാടുകളുള്ള ആണിക്കഷ്ണങ്ങളുള്ളതായ ചമ്മട്ടികൾ തന്റെ ദേഹത്തേക്ക് അടിച്ചു വലിച്ചു പറയ്ക്കുമ്പോൾ തന്റെ ശരീരത്തിലെ ഓരോ മാംസകഷ്ണങ്ങളും പിഴുതെടുക്കുമ്പോൾ പോലും പരാതികൾ പറയാതെ ചോരയൊലിപ്പിച്ചുകൊണ്ട് ഈ പീഡാസഹനത്തിന്റെ ദിവസങ്ങളിൽ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം അവൻ കാൽവരിയിലേക്ക് ഓടിപ്പോയത് എനിക്ക് വേണ്ടിയിട്ടാണ്. തീർന്നില്ല. കാൽവരിയുടെ മഹോന്നതങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭാരമേറിയ ക്രൂശുമായി കടന്നു പോകുമ്പോൾ അതാ കാല് കല്ലിൽ തട്ടി വീഴുമ്പോൾ മുഖത്തടിച്ചുകൊണ്ട് ഈ ഭാരമേറിയ ക്രൂശുമായി മുഖം നിലത്തടിച്ച് വീഴുമ്പോഴും അവൻ പരാതികളൊന്നും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, കാൽവരിയുടെ മഹോന്നതങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ അതാ ആ സ്ലീബായിന്മേൽ വെച്ച് കെട്ടിയിട്ട് ഒരു കൈയിൽ ആണിയടിച്ചിട്ട് മറുകൈ എത്താതെ വരുമ്പോൾ വലിച്ചു പിടിച്ച് ആണിയടിക്കുമ്പോഴും അവന്റെ മുഖഭാവം നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കിക്കേ, ഒരു പരാതി പോലും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കാൽവരിയുടെ മഹോന്നതങ്ങളിലേക്ക് അവനെ ഉയർത്തുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യൻ സഹിക്കുന്നതിനപ്പുറമായ സഹനങ്ങൾ സഹിക്കുമ്പോൾ തന്റെ ശരീരത്തിലെ വാരിയെല്ലുകൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങുന്നതായ വേദന അനുഭവിക്കുമ്പോൾ പോലും പരാതികൾ പറയാതെ അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നതായ ഒരേ ഒരു വാക്കുണ്ട്. രക്തത്തുള്ളികൾ തന്റെ കണ്ണിൽ നിന്ന് ഒഴുകി നിലത്തേക്ക് പതിയുമ്പോഴും അവൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഈ നിൽക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായ ഒരു വ്യക്തിയാണ് എന്റെ പൊന്നു തമ്പുരാൻ. പ്രിയമുള്ളവരെ, തീർന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോട്ടം അത്യാവശ്യമാണ്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ യേശു തമ്പുരാൻ ധ്യാനിക്കുവാൻ വേണ്ടി ഇവിടെ നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മുള്ളുപോലും ശിരസിൽ ഇറങ്ങാതെ അവൻ നമ്മളെ കാത്ത് പരിപാലിക്കുന്നു. ഒരു ചമ്മട്ടി അടി പോലും പൊള്ളിക്കാതെ ഏൽപ്പിക്കാതെ അവൻ നമ്മളെ കാത്തു പരിപാലിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പ്രിയമുള്ളവരെ, ഇതെല്ലാം നാം മറന്നു പോകരുത്.
നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം പഠിക്കുമ്പോൾ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഞാനും നിങ്ങളും എന്ത് ചെയ്യണമെന്നുള്ളതായ ഒരു വചനമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യേശുതമ്പുരാൻ കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, അനേക സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം യേശുതമ്പുരാനെ നോക്കിക്കൊണ്ട് കണ്ണുനീരോടും വേദനയോടും കൂടി അതാ വഴിയരികിൽ നിൽക്കുമ്പോൾ യേശുതമ്പുരാൻ ഒന്ന് തിരിഞ്ഞിട്ട് ചോദിച്ചു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ആരും എന്നെ ചൊല്ലിക്കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയും. കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു തമ്പുരാൻ അറിയാം, ഇന്ന് മക്കളെ ചൊല്ലി കരയുവാൻ വേണ്ടി പോകുന്ന മാതാപിതാക്കളായ ഞാനും നിങ്ങളും ഈ വലിയ വെള്ളിയാഴ്ച ദിവസം അവനെ ധ്യാനിക്കുവാൻ വേണ്ടി ഇവിടെ വരുമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഈ വേദഭാഗം നമ്മളോട് തന്നെ പറയുന്നത്. എത്ര പേർ ഇന്നോളം കരഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ? ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഒരല്പം കണ്ണുനീരെങ്കിലും ഒഴുക്കി എന്റെ പൊന്നു തമ്പുരാനോട് ചോദിക്കാം, ഞാൻ കാരണമല്ലേ നീ ഈ ക്രൂശിൽ കയറുന്നത്? ഞാൻ കാരണമല്ലേ നീ ഈ അടികളെല്ലാം കൊണ്ടുതന്ന്? ഒരു നിമിഷം നമുക്ക് ചോദിക്കുവാൻ ഒരു സ്വാതന്ത്ര്യമുള്ള ദിവസമാണ്, ആ വലിയ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ദിവസം പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഈ വിശുദ്ധിയുടെ വിശുദ്ധമായ ദിനത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ കല്ലുപോലെയുള്ളതായ മനസ്സ്, കല്ലുപോലെയുള്ളതായ ഹൃദയവും പേറിക്കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുന്നത്. ഇന്നത്തെ പാട്ടുകളും പ്രാർത്ഥനകളും പ്രമേയോസദ്രകളും എത്രകളും ആരാധനകളും ഗീതങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ എന്തിനു പറയുന്നു? ശ്രീഭാവന്ദനവിന് മുമ്പ് നടക്കുന്നതായ ആ ഒന്നാമത്തെ പ്രദക്ഷിണത്തിൽ ദേവാലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഓരോ പുരോഹിതന്മാരും ഈ കറുത്ത കുപ്പായവും വസ്ത്രവും ധരിച്ചുകൊണ്ട് ചങ്ക് പൊളിയുന്ന വേദനയോടുകൂടി ഒരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. മാതാവ് വലിയ ദുഃഖത്തോട് സങ്കടത്തോടും പറയുന്നതായ വാക്ക്, എന്റെ വാത്സല്യവാനേ, നിനക്ക് എന്ത് സംഭവിച്ചു? എത്ര പേർ കരഞ്ഞു പ്രിയമുള്ളവരെ? പ്രദക്ഷിണമൊക്കെ അവസാനിച്ച് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുകയല്ലേ, എത്ര പേരൊന്ന് കരയുവാൻ സാധിച്ചിട്ടുണ്ട്? പിറന്നു വീഴുമ്പോൾ നമ്മളൊക്കെ കരയുമ്പോൾ, ഈ ലോകം വിട്ട് ആ പൊന്നു തമ്പുരാന്റെ മടിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ഓർത്ത് കരയുന്നവരല്ലാതെ എത്ര പേർ കരയുവാൻ സാധിച്ചിട്ടുണ്ട്? എത്ര പേരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് പലപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പോലും ഒന്ന് കരയുവാൻ പോലും സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു സിദ്ധാന്തം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ സിദ്ധാന്തമല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. വചനത്തിലൂടെ നോക്കുമ്പോൾ എത്രയോ ആളുകളിൽ എത്രയോ സമയങ്ങളിൽ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. 700-ൽ പരം പ്രാവശ്യം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവരുടെ വലിയ ചരിത്രം എഴുതി വെച്ച ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വചനം എങ്ങനെ പറയുന്നുണ്ട്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പ്രിയമുള്ളവരെ, ഈ വലിയ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് അല്പമെങ്കിലും കണ്ണുനീരൊഴുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാപങ്ങളെ ഓർത്തൊന്ന് കരയുവാൻ നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിന്റെ കൂദാശയായ കുമ്പസാരം, സഹോദരരുടെ രമ്യമാവുന്ന കൂദാശയായ കുമ്പസാരം, അനുരഞ്ജനത്തിന്റെ കൂദാശയായ കുമ്പസാരം, കണ്ണുനീരിന്റെ കൂദാശയായ കുമ്പസാരത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കരയുവാൻ നമുക്ക് സാധിക്കണം. എന്റെ കർത്താവേ, ഞാൻ മൂലമാണല്ലോ നീ കാൽവരിയിൽ യാഗമായി തീർന്നത്. ഞാൻ മൂലമാണല്ലോ നീ സങ്കടപ്പെടുന്നത്. ഞാൻ മൂലമാണല്ലോ നീ ഈ അടികളെല്ലാം കൊണ്ടുവന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവർ, നമുക്കറിയാം, ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാകാം, കഥകളിലൂടെ ചരിത്ര താളുകൾ എഴുതി വെച്ചതായ ഒരു വ്യക്തിയുണ്ട്. അമേരിക്കയിൽ നടന്നതായ ഒരു സംഭവം, അടിമത്ത് നിർത്തലാക്കിയ എബ്രഹാം ലിങ്കന്റെ ജീവിതം. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഒരു ദിവസം അടിമത്ത് നിർത്തലാക്കുവാൻ ചെന്ന് അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന ശവമഞ്ചത്തിൽ നോക്കിക്കൊണ്ട് ഒരു കർത്തവർഗക്കാരിയായ സ്ത്രീ തന്റെ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതായ വാക്കിങ്ങനെയാണ്, മോനെ നീ നോക്ക്, ഇന്ന് നമ്മളൊക്കെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് നമ്മളിത് തല ഉയർത്തി നടക്കുന്നതെന്ന് അവൾ പറയുകയുണ്ടായി. പ്രിയമുള്ളവർ, ഓർമ്മപ്പെടുത്തിയത്, ഇന്ന് പലപ്പോഴും ഈ വലിയ വെള്ളിയാഴ്ച ദിവസങ്ങൾ പോലും കറുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മനോഹരമായ സൗന്ദര്യ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആരോഗ്യത്തോടുകൂടി ദേവാലയത്തിൽ വന്നിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണം പ്രിയമുള്ളവരെ, ആ മനുഷ്യനെ ധ്യാനിക്കുന്ന ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലെ പങ്കപ്പാടുകൾ അതെല്ലാം മറന്നുകൊണ്ട് യേശു തമ്പുരാന്റെ പങ്കപ്പാടിനെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. സഹതാപത്തിന്റെ കണ്ണുനീരല്ല, സഹനത്തിന്റെ സന്മനസ്സാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്ത്രീകൾ പറഞ്ഞു, അവരെ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ പാവ മനുഷ്യൻ. ഛേദവികാരമല്ലേ അവിടെ കാണുന്നത്? അയ്യോ പാവ മനുഷ്യൻ. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം, ദുഃഖ വെള്ളിയാഴ്ച ദിവസം, ഈ 6 മണിക്കൂർ സമയം നമ്മളൊക്കെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ
അവനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഈ പ്രസംഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ശബ്ദമുഖരിതമായ ഗീതങ്ങളും ഗാനങ്ങളും ഗാനാലാപനങ്ങളും പ്രദക്ഷിണങ്ങളൊക്കെ ഇന്ന് പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം, ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ആ ക്രൂശ് വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, യേശുദമ്പുരാൻ കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ അവന്റെ കൂടെ ഇല്ല, എന്നാൽ കൂടെ ഇരിക്കാത്തവൻ അവന്റെ കൂടെ ഓടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരാ? കുറേനക്കാരനായ ശീമോൻ. ഞാൻ വഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം കാൽവരി വരെ നടന്നു പോകുന്ന കുറേനക്കാരനായ ശീമോനെ നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അവനെ പോലെ ആകാം. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ആ ക്രൂശിനെ ഒന്ന് വഹിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. നമുക്കറിയാം, ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഈ മധ്യാഹ്ന നമസ്കാരം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരിക്കൽ പോലെ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ എന്റെ പൊന്നു തമ്പുരാനെ വേദനിപ്പിക്കാതെ ഞാൻ ഇവിടെ വന്നിരുന്നു കൊള്ളാം, എന്റെ പൊന്നു തമ്പുരാനെ ഭാരപ്പെടുത്താതെ വന്നിരുന്നു കൊള്ളാം എന്നുള്ളതായ ഉത്തമമായ തീരുമാനത്തോടുകൂടി നമുക്ക് ഈ ദേവാലയം വിട്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് ക്രൂശിന്റെ ചോട്ടിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു നിമിഷം ധ്യാനിക്കാം. കുറേനക്കാരനായ ശീമോനോട് ഒരുപാട് നന്ദിയുണ്ട്. അവന്റെ ക്രൂശിനെ വഹിക്കുവാൻ നീ മനസ്സ് കാണിച്ചു. ഇന്ന് ഈ ദിവസം കർത്താവെ, ഞങ്ങൾ കരങ്ങൾ കൂപ്പിക്കൊണ്ട് ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നിന്റെ ക്രൂശിനെ ഒന്ന് ചുമക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. നിന്റെ ക്രൂശിനെ ഒന്ന് വഹിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. കർത്താവെ, ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ തീരുമാനമെടുത്തി വലിയ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ധ്യാനിക്കുവാൻ, നിന്റെ ക്രൂശിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് ഒരു ഗീതം കൂടി പാടി നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയും ഉണ്ടാകേണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.